അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ ഫേസ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകളെടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവനു വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. സുവിശേഷ വിചിന്തനം. പ്രിയ സഹോദരരെ, നാം ഇന്ന് അവസാന തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോയെ ജനം മഹത്വപ്പെടുത്തിയ ദിവസമാണിത്. സ്തുതികൾ പാടിയ ദിവസം. ഈശോ തൻ്റെ ജോലികൾ പൂർത്തിയാക്കി പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ സമ്പൂർണ്ണമായി ചെയ്ത് തീർത്ത് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രതീകാത്മകമായ പ്രവേശനമാണ് ജെറുസലേം പ്രവേശനം. ഇന്ന് നാം കുരുത്തോലകളുമായി പ്രദക്ഷിണം നടത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇത് വെറും ഒരു ആചാരം മാത്രമല്ല, അനുസ്മരണം മാത്രമല്ല, വെറുമൊരു ആഘോഷം മാത്രമല്ല, അതിലുപരിയായി മറ്റെന്തോ ഉണ്ട്. ചിന്തിക്കാം, അതെന്താണ് നമുക്ക് വിചിന്തനം ചെയ്യാം. അന്ന് ഒലിവിശാഖകൾ വഹിച്ച് ജെറുസലേം വീഥികളിലൂടെ ജെറുസലേം ദേവാലയത്തിൽ ജനം പോയപ്പോൾ അവരോടൊപ്പം വിജയശ്രീലാളിതനായ യേശു ഉണ്ടായിരുന്നു. വെറുമൊരു ആചാരത്തേക്കാൾ, ആഘോഷത്തേക്കാൾ, അനുസ്മരണത്തേക്കാൾ ഉപരിയായി കുരുത്തോലയുമായി വിശ്വാസത്തോടെ നടന്നു നീങ്ങുന്ന ജനസമൂഹത്തിൻ്റെ മധ്യേ ഈശോ ഉണ്ട്. അന്ന് ജെറുസലേം വീഥികളിൽ നടന്നു നീങ്ങിയവൻ, പീഡകൾ സഹിച്ച് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മരണത്തെ ജയിച്ചവൻ, ഇന്ന് ഈ ആഘോഷവേളയിൽ നമ്മോട് ഉണ്ടെന്ന ബോധ്യം നമുക്ക് ശക്തി നൽകണം, വിശ്വാസം നൽകണം, ധൈര്യം നൽകണം. യേശു നമ്മോടൊപ്പം ഉണ്ടെന്ന വിശ്വാസം. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇതാണ് ഈശോ നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം. രണ്ടാമതായി കർത്താവ് നൽകുന്ന സന്ദേശം ഇതാണ്: ഈശോ രാജാവാണ്, രാജാതി രാജനാണ്, ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും കർത്താവും ജേതാവും. ഞാനും നിങ്ങളും, നാം ഓരോരുത്തരും ഈശോയെ നാഥനും കർത്താവും രാജാതിരാജനുമായി ചക്രവർത്തിയായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന തിരുനാളാണ് ഓശാന ഞായർ. നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: യേശു എനിക്ക് ആരാണ്? എൻ്റെ ജീവിതത്തിൽ യേശു എനിക്ക് ആരാണ്? വെറും ആരാധനയ്ക്കുള്ള ദൈവപുത്രനാണോ? അതോ കാര്യസാധ്യത്തിന് സമീപിക്കുന്ന മധ്യസ്ഥൻ മാത്രമാണോ? ഈ കുരുത്തോലുകളുമായി ഓശാന പാടിയാൽ മാത്രം പോരാ, പകരം എൻ്റെ നാഥനും എൻ്റെ രാജാവും കർത്താവുമായ യേശുവിനെ ഏറ്റുചൊല്ലി ആരാധിക്കുവാൻ, അംഗീകരിക്കുവാൻ, സ്വീകരിക്കുവാനുള്ള വിശ്വാസ ധൈര്യം നമുക്കുണ്ടോ? എൻ്റെ വാക്കും ചിന്തകളും പ്രവൃത്തികളും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ യേശുവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ഹൃദയവിശാലത നമുക്കുണ്ടോ? ഈ അനുഭവം സ്വന്തമാക്കണം. ഈശോയുടെ സ്നേഹ സാമ്രാജ്യത്തിൻ്റെ, യേശുവിൻ്റെ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ അഗാധമായ സ്നേഹത്താൽ നിറയുന്ന, നയിക്കുന്ന, അലിയുന്ന വലിയൊരു അനുഭവം നമുക്കുണ്ടാകണം. ദൈവസ്നേഹത്താൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. നമ്മുടെ ജീവിതം ദൈവമഹത്വമാകട്ടെ. എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ പെരുമാറ്റം, എൻ്റെ ജീവിതം ഓരോ നിമിഷവും
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഓശാനയുടെ ജീവിതമായി മാറട്ടെ. പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ആമേൻ.